ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ പാസ്ത ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കുന്ന ഒരു ചീസാണല്ലേ ഇത്. പക്ഷേ ഈ ഒരു ചീസ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ചീസ് വെറും 2 ഇൻഗ്രീഡിയൻസും മാത്രം വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതിൽ പറയുന്ന രീതിയൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കുക. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ച് വയ്ക്കുക. ഞാനിവിടെ മിൽമയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 1/2 ലിറ്ററിൻ്റെ പാലാണ്. ഇനിയിപ്പോൾ ഇതാ പാലെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലോട്ട് വിനാഗിരിയും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാൽ ഓവർ ചൂടാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പാലെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പാല് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കി വേണം കേട്ടോ ചൂടാക്കി എടുക്കാൻ. പിന്നെ പാൽ ഒരുപാട് ചൂടാക്കി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോർമൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് നേരം പാൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് പനീറായി പോവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ്. പിന്നെ ഈ ഒരു ചീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലിൻ്റെ ടെമ്പറേച്ചറാണ് കേട്ടോ. അപ്പോൾ പാൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു ചീസ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഫ്ലോപ്പായി പോകും. അപ്പോൾ നിങ്ങൾ പാലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ചീസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ല രീതിയിൽ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ളം ആരും ഒഴിവാക്കരുത് കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു സ്ട്രെയിനർ വെച്ചിട്ട് ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്ട്രെയിനർ തന്നെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് പോക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്പാച്ചുലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്പാച്ചുല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് വെള്ളം ഒന്ന് പോക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിതൊരു ബോൾ ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് കൈകൊണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടി നമ്മൾ കൈകൊണ്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോയതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമില്ലേ, ആ വെള്ളം ഒന്ന് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ടൊന്നും ചൂടാക്കി കൊടുക്കേണ്ട. നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു മിക്സ് ഞാനിവിടെ ബോൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതാ നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നിങ്ങൾ വെള്ളം ചൂടാക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാനത് കറക്റ്റ് ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും ചൂടാക്കണ്ട കേട്ടോ. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് എത്രത്തോളം ചൂടുണ്ടാവുമെന്ന് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രം ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു 30 സെക്കൻഡ് അതിലങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടെടുത്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഏതാണ്ട് ഒരു 4-5 തവണയെങ്കിലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു വെള്ളം ചൂടാക്കുക, എന്നിട്ട് ഈ ഒരു ചീസിൻ്റെ ബോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം വീണ്ടും ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചീസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ ഒരു ചീസ് തൊടുമ്പോൾ തന്നെ നല്ല അലാസ്റ്റിക് പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു ചീസ് സ്ട്രൈനറിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കറക്റ്റ് നല്ല രീതിക്ക് തന്നെ അത് പ്രസ്സായിട്ട് വന്നിട്ടുണ്ട്, നല്ല അലാസ്റ്റിക് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്ട്രൈനറിൽ വെച്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രൈനർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചീസിൻ്റെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചീസ് നമുക്ക് ഫ്രഷ് ആക്കി എടുക്കണം. ഫ്രഷ് ആക്കാമെന്ന് വെച്ചാൽ അതിലുള്ള ആ ഒരു സോൾട്ടിൻ്റെ ടേസ്റ്റൊക്കെ പോക്കിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഐസ് വാട്ടർ എടുക്കുമ്പം ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചീസിൻ്റെ ബോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരുപാട് ടൈമൊന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഒരു 4 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു ചീസിൻ്റെ ബോൾ എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഈ ചീസ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ റാപ്പറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ ക്ലീൻ റാപ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൊസറല്ല ചീസ് ഉണ്ടാക്കിയ സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഫ്ലോപ്പായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, നിങ്ങളും ഇതുപോലെ റാപ്പർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ 1.5 മണിക്കൂർ വെച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു മൊസറല്ല ചീസ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, 1.5 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തോട്ട് എടുത്തതാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചീസ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ചീസ് നമുക്ക് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മൊസറല്ല ചീസ് എങ്ങനെയാണ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ല, കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം ഒരുപാട് പ്രഷർ കൊടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ തന്നെ ചീസ് നല്ല രീതിയിൽ ഗ്രേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിലാണ് ഈ ഒരു ചീസ് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു മീഡിയം സൈസിലുള്ള പിസ്സയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇത്രയും ചീസ് മതിയാവും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ ഇത് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും കൊടുത്തേക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്ത് വിടാം. പിന്നെ ഒരു എയർ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇത് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൊസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ലൈസ്ഡ് ചീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.